ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു കിച്ചടി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കീൻവ അല്ലെങ്കിൽ കിനോവ എന്ന മില്ലറ്റ് വെച്ചിട്ടാണ് കിച്ചടി തയ്യാറാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണങ്ങളിലൊന്നാണ് കീൻവ. സൂപ്പർ ഫുഡ്, സൂപ്പർ ഗ്രെയിൻ എന്നൊക്കെ വിളിക്കുന്ന കീൻവ വെച്ചുള്ള റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാൻ കിനോവ സീഡ്സ് എടുത്തിട്ടുണ്ട്. കിനോവ ഏതാണ്ട് 1500 തരമുണ്ട്. അതിൽ വെള്ള നിറമുള്ളതിനാണ് കൂടുതൽ രുചി. കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയത് ചുവപ്പ് നിറമുള്ളതിനും. കിനോവയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. പ്രോട്ടീൻ, വൈറ്റമിൻ B6, കോപ്പർ, അയൺ, ഫൈബർ, ധാതുക്കൾ ഇവയെല്ലാം ഉണ്ട്. അതുപോലെ ഗ്ലൂട്ടൻ ഫ്രീയുമാണിത്. അതുപോലെ കീൻവ മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടും. വെറും 15 മിനിറ്റ് മാത്രം മതി കീൻവ പാകമായി വരാൻ. കൂടാതെ കീൻവ ചൂടോടെയും തണുപ്പിച്ചും റൂം ടെമ്പറേച്ചറിലും ഒക്കെ കീൻവ വിളമ്പി കഴിക്കാവുന്നതാണ്. തണുത്താലും ഇതിൻ്റെ ടെക്സ്ചറിന് മാറ്റമൊന്നും വരുന്നില്ല. പിന്നെ കീൻവ വേവിക്കുമ്പോൾ മൃദുവും ഫ്ലഫിയുമാണ്. അതുപോലെ നട്ട്സിൻ്റെയൊക്കെ ഒരു രുചിയാണ് കീൻവയ്ക്കുള്ളത്. ഇത് പൊടിയാക്കാനും ഫ്ലാക്സ് ആക്കാനും പറ്റും. കൂടാതെ പാസ്ത, ബ്രെഡ് ഇതൊക്കെ കീൻവ കൊണ്ടുണ്ടാക്കാം. അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണമായും ഉച്ചഭക്ഷണമായും സാലഡിനൊപ്പവും എല്ലാം കീൻവ കഴിക്കാം. സൂപ്പ്, സ്റ്റ്യൂ ഇവയ്ക്ക് കൊഴുപ്പ് വരാനും കീൻവ ചേർക്കും. അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഏത് ഭക്ഷണത്തിൻ്റെ ഒപ്പവും സൈഡ് ഡിഷായി കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് കീൻവ സീഡ്സ് എടുത്തിട്ടുണ്ട്. അളവ് എടുക്കുമ്പോൾ എപ്പോഴും വടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയെടുക്കണം. അതിനു മുമ്പായി 1/2 കപ്പ് ചെറുപയർ പരിപ്പും എടുത്തിട്ടുണ്ട്. ഇവ രണ്ടും വെവ്വേറായിട്ടാണ് കഴുകിയെടുക്കേണ്ടത്. പിന്നെ കീൻവ കഴുകിയെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കീൻവ സീഡ്സ് സാപ്പോനിയൻസ് കൊണ്ട് മൂടിയിരിക്കുന്നതിനാൽ നന്നായി കഴുകിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതും തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം. ബാക്ടീരിയ, ഫംഗസ്, വൈറസ് മുതലായവയിൽ നിന്നും കീൻവ ചെടികളെ സംരക്ഷിക്കാനായി ഡിസൈൻ ചെയ്തിരിക്കുന്ന രാസവസ്തുക്കളാണ് സാപ്പോനിയൻസ്. ഈ രാസവസ്തുവിന് കയ്പും സോപ്പ് രുചിയുമാണ്. അതിനാൽ നന്നായി കഴുകിയെടുക്കണം. കീൻവ നന്നായി കഴുകിയതിന് ശേഷം 15 മിനിറ്റ് വെള്ളം ഒഴിച്ച് ചെറുതായി മുളയ്ക്കാൻ വെക്കണം. 15 മിനിറ്റിന് ശേഷം വീണ്ടും ഞെരടി കഴുകിയെടുക്കണം. എന്നിട്ടിത് അരിപ്പയിൽ ചേർത്ത് കൊടുത്ത് തോരാൻ വെക്കാം. ഇനി നമുക്ക് കീൻവ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കർ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ജീരകം പൊട്ടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച 2 പച്ചമുളകും 3 ചുവന്നുള്ളിയും ചേർത്ത് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ മൂപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ പച്ചമുളകും ചുവന്നുള്ളിയും വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 നുള്ള് കുരുമുളക് പൊടിയും 1 നുള്ള് കായ്പ്പൊടിയുമാണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ശേഷം അരിഞ്ഞു വെച്ച പൊന്നാംകണി ചീരയിലയും ഗ്രേറ്റ് ചെയ്തു വെച്ച 1 ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് വഴറ്റിയെടുക്കണം. പിന്നെ ചീരയിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതാണെങ്കിലും ചേർക്കാട്ടോ. ചീരയും ക്യാരറ്റും വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്തെടുത്ത കീൻവയും ചെറുപയർ പരിപ്പും ചേർത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം 2.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാകം ചെയ്തെടുക്കാം. 1 വിസിൽ മാത്രം മതിയാകും കേട്ടോ.
പിന്നെ കുക്കറിലല്ലാതെ വേറെ പാത്രത്തിലാണ് പാകം ചെയ്തെടുക്കുന്നതെങ്കിൽ 20 മിനിറ്റ് വരെ പാകം ചെയ്യാം. ആ സമയം കൊണ്ട് തന്നെ കിൻവ വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു വിസൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിലെ എയർ മുഴുവനായും പോയതിന് ശേഷം മൂടി തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടോട് കൂടിയോ തണുപ്പിച്ചോ ഒക്കെ സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കിച്ചടി വെറുതെയും കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.